നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലോക നേതാക്കൾക്ക് ക്ഷണമുണ്ട്. ജനുവരി 20-നാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാന വിവരം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. US സന്ദർശന വേളയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ട്രംപ് ഭരണകൂടത്തിലെ പ്രതിനിധികളുമായും മറ്റു പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ചടങ്ങിൽ പങ്കെടുക്കും. 2020-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ബൈഡൻ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒട്ടേറെ ലോക നേതാക്കൾക്ക് ക്ഷണമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലായ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയവർക്ക് ക്ഷണമുണ്ട്. ഇവർ പങ്കെടുക്കും എന്നാണ് സ്ഥിരീകരണം. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദം ലോകത്തിനൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ രണ്ടാമതും ട്രംപ് അധികാരത്തിൽ എത്തുമ്പോൾ മോദിയുമായിട്ടുള്ള ആ സൗഹൃദം അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു ചോദ്യചിഹ്നം ഇപ്പോൾ ഉയരുകയാണ്. കാരണം അത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇന്ത്യയോട് ട്രംപ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് തുടർന്നാൽ തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലും അതേ നാണയത്തിൽ നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പ് ട്രംപ് ഇന്ത്യക്ക് നൽകിയിരുന്നു. ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യയും ബ്രസീലും ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. അവർ ഞങ്ങളോട് നികുതി ചുമത്തിയാൽ ഞങ്ങൾ അവർക്ക് അതേ രീതിയിൽ നികുതി ചുമത്തും. അവർ ഞങ്ങൾക്ക് നികുതി ചുമത്തുന്നു, ഞങ്ങൾ അവർക്കും നികുതി ചുമത്തും. മിക്കവാറും എല്ലാ കേസുകളിലും അവർ തങ്ങൾക്ക് നികുതി ചുമത്തുകയാണ്. എന്നാൽ ഞങ്ങൾ അവർക്ക് നികുതി ചുമത്തിയിട്ടില്ല. ഇത് തുടരുകയാണെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ട്രംപ് നൽകിയത്. ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. ചില US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കി. പരസ്പരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ നമ്മോട് 100% ഈടാക്കുകയാണെങ്കിൽ അതിന് തിരിച്ച് നമ്മൾ അവരോട് ഒന്നും ഈടാക്കാൻ പാടില്ലേ. അവർ ഒരു സൈക്കിൾ അയക്കുന്നു, ഞങ്ങൾ അവർക്കൊരു സൈക്കിൾ അയക്കുന്നു. അവർ ഞങ്ങളോട് 100ഉം 200ഉം ഈടാക്കുന്നു. ഇന്ത്യ ഉയർന്ന താരിഫാണ് ഈടാക്കുന്നത്. ബ്രസീലും വലിയ തുക ഈടാക്കുന്നു. അവർ ഞങ്ങളോട് നികുതി ചുമത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമാനമായ രീതിയിൽ ഞങ്ങളും അവരിൽ നിന്ന് താരിഫ് ഈടാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വളരെ കാലമായി ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ നികുതിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെയുള്ള ട്രംപിന്റെ പുതിയ പ്രസ്താവന അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്ക ശക്തമാക്കുന്നത്. ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കങ്ങളെ കുറിച്ചും ട്രംപ് വ്യക്തമായ സൂചനകളാണ് നൽകിയത്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തിയേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തും കുടിയേറ്റവും ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കണമെന്നത് ട്രംപിന്റെ നേരത്തെയുള്ള ആവശ്യമാണ്. ഇല്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.